സീതാഖാദിയുടെ ദിവ്യകഥ. തെക്ക് സീതാഖാദി എന്നൊരു ധനികനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കോടീശ്വരനായിരുന്നു. ആരൊക്കെ എന്തു ചോദിച്ചാലും ഇല്ല, ഞാനത് നിങ്ങൾക്ക് തരാം എന്നു പറഞ്ഞ് അദ്ദേഹം ഉപവാസമനുഷ്ഠിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തതോടെ തെക്കുമാത്രമല്ല, വടക്കും അതിനപ്പുറമുള്ള രാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് പ്രസിദ്ധമായി. പല ജാതികളിലും തരത്തിലുമുള്ള ആളുകൾ എല്ലാ ദിവസവും വന്ന് ഈ ധർമ്മനാഥന്റെ കാൽക്കൽ ഒത്തുകൂടുമായിരുന്നു. ഇത് ആ നഗരത്തിലെ രാജാവിനെ അസൂയപ്പെടുത്തി. അദ്ദേഹം സീതാഖാദിയെ വിളിച്ചുവരുത്തി രാജകീയ വാൾ, അദ്ദേഹത്തിന്റെ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടിയെന്നും 2 ദിവസത്തിനുള്ളിൽ ആ നഗരം വിട്ടുപോകണമെന്നും അറിയിച്ചു. സീതാഖാദിയിലെ എല്ലാ മാളികകളും തകർക്കാനും അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ എല്ലാ വീടുകളും പൊളിച്ചുമാറ്റി. എല്ലാ സ്വത്തുക്കളും ഇല്ലാതായി. അടുത്തതായി എന്തു ചെയ്യണമെന്നാലോചിച്ചുകൊണ്ട് രാജാവ് തന്റെ തകർന്ന വീട്ടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സ്തുതി സീതാഖാദിയോട് എന്തെങ്കിലും പ്രതിഫലം നൽകണോ എന്നു ചോദിച്ചപ്പോൾ സീതാഖാദി ഉടനെ അകത്തേക്ക് പോയി ഭാര്യയുടെ ഏകരത്നമായ താലി ഊരിമാറ്റി കവിക്ക് കൊടുത്ത് വീണ്ടും ബെഞ്ചിലിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മറ്റൊരു കവി വന്നു പറഞ്ഞു, ഞാൻ വളരെ ദൂരെ നിന്നു വന്നതാണ്, എനിക്ക് അനുയോജ്യമായൊരു പ്രതിഫലം നൽകണം. സീതാഖാദി എന്തു ചെയ്യും? ഇല്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പതിവായിരുന്നില്ല. അദ്ദേഹം ഭാര്യയുടെ താലിയും ഊരിമാറ്റി അവൾക്ക് കൊടുത്തു. അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചു. പിൻമുറ്റത്ത് ഒരു പാമ്പിന്റെ കുഴിയുണ്ടെന്ന് അദ്ദേഹം ഓർത്തു. ശരി, നമുക്ക് കുഴിയിൽ കൈവച്ച് പാമ്പിനോട് ചോദിക്കാം. ആ പാമ്പ് നമ്മളെ കടിച്ചാൽ നമുക്ക് മരിക്കാം. നമ്മൾ എന്തെങ്കിലും നൽകിയതിനാൽ നമ്മളത് ഈ വ്യക്തിക്ക് കൊണ്ടുവന്നു കൊടുക്കും. അദ്ദേഹം തീരുമാനിച്ചു. കവിയെ അവിടേക്ക് കൊണ്ടുപോയി. അയാളോട് താമസിക്കാൻ പറഞ്ഞിട്ട് അയാൾ പിൻമുറ്റത്തേക്ക് പോയി ഗുഹയ്ക്കുള്ളിൽ കൈവച്ചു പറഞ്ഞു, അയ്യോ, കൃഷ്ണന്റെ പാമ്പ്! ഒരു കവി വാതിൽക്കൽ വന്നിരിക്കുന്നു. ഇതുവരെ ഞാൻ ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. നീ എനിക്ക് എന്തെങ്കിലും തന്നാൽ ഞാൻ അത് അവന്റെ അടുക്കൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഇല്ല. എന്റെ നാവ് നീ എന്നെ കടിച്ചു കൊല്ലും എന്ന് പറയുന്നതിനു മുമ്പ് അവൻ പറഞ്ഞു. അകത്തുള്ള പാമ്പ് അവന്റെ കൈയിലേക്കൊരു രത്നം ഛർദ്ദിച്ചു. സീതാഖാദി അത് കൊണ്ടുവന്ന് കവിക്ക് കൊടുത്തു. ഈ സംഭവത്തെക്കുറിച്ച് ഗ്രാമം മുഴുവൻ അറിഞ്ഞു. രാജാവ് പോലും അതിനെക്കുറിച്ച് കേട്ടു. സീതാഖാദിയുടെ എല്ലാ സ്വത്തുക്കളും ഞങ്ങൾ കണ്ടുകെട്ടി. ഇത്രയും വിലയേറിയൊരു രത്നം അവൾക്ക് എവിടെ നിന്നായിരുന്നു? സംശയം തോന്നിയ രാജാവ് സീതാഖാദിയെ വിളിച്ചു ചോദിച്ചു, ആ കവിക്ക് നീ എന്ത് രത്നം കൊടുത്തു? എന്താണ് സംഭവിച്ചതെന്ന് സീതാഖാദി പറഞ്ഞിട്ടും രാജാവ് അത് വിശ്വസിച്ചില്ല. എവിടെ? ആ പാമ്പിനോട് മറ്റൊരു രത്നം നൽകാൻ പറയൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് തെളിയിക്കാമെന്ന് പറഞ്ഞ് സീതാഖാദി രാജാവിനൊപ്പം കുന്നിൻ മുകളിലേക്ക് വന്ന് അതിനുള്ളിൽ കൈ നീട്ടി പറഞ്ഞു, അയ്യോ പാമ്പേ, രാജാവിന് എന്നെ സംശയമുണ്ട്. നീ കൊടുത്ത രത്നം സത്യമാണെങ്കിൽ ഞാൻ സത്യസന്ധനാണെന്ന് രാജാവ് അറിയുന്നതിന് മറ്റൊരു രത്നം നീ എനിക്ക് തരുമോ? പാമ്പ് അവന്റെ കൈയിൽ നിന്ന് ചാടി അതിന്റെ ജീവനുറവിടമായ ജീവരത്നം ഛർദ്ദിച്ചു വിഴുങ്ങി. രാജാവ് അത് കണ്ട് അത്ഭുതപ്പെട്ടു. താൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ക്ഷമ ചോദിച്ചു. തന്റെ വീടുകളെല്ലാം പുനർനിർമ്മിച്ചു. തന്റെ എല്ലാ സ്വത്തുക്കളും തിരികെ നൽകി. സീതാഖാദി പഴയതുപോലെ തന്നെ ജീവിച്ചു. ഒരു കുറവും കൂടാതെ വന്നു ചോദിക്കുന്ന എല്ലാവർക്കും കൊടുത്തു. ഇല്ല എന്ന് പറയാതെ. അവന്റെ പന്തുകൾ അവന്റെ മൃതദേഹം കൊണ്ടുപോയി കുഴിച്ചിട്ടു. മൃതദേഹം സംസ്കരിച്ചതിന്റെ പിറ്റേന്ന് വടക്കൻ ദേശത്തു നിന്നുള്ള ഒരു വേലക്കാരി തന്റെ ദാരിദ്ര്യം ശമിപ്പിക്കുക എന്ന ആശയത്തോടെ സീതാഖാദിയെ കാണാൻ വന്നു. സീതാഖാദിയുടെ മരണവാർത്ത കേട്ട് അവൾ അവന്റെ മൃതദേഹം സംസ്കരിച്ച സ്ഥലത്തുപോയിരുന്നു. ഓ സീതാഖാദി, നീ കാരണമാണോ ഞാൻ എന്റെ ബന്ധുക്കളെ ഉപേക്ഷിച്ച് എന്റെ നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്നത്? ഇനി ഞാൻ എന്തു ചെയ്യും? ഞാൻ വഴിതെറ്റിപ്പോയി. അവൾ പലവിധത്തിൽ നിലവിളിച്ചു. പിന്നെ സീതാഖാദിയുടെ കൈ നിലത്തിന് മുകളിലേക്ക് നീട്ടി. ആ കൈയിലെ ഒരു വിരലിൽ ഒരു മോതിരം ധരിച്ചു. ആ വിരൽ മാത്രം നീട്ടി. അവൾ മോതിരം ഊരിമാറ്റി സംതൃപ്തയായിപ്പോയി. അതുകൊണ്ടാണ് സീതാഖാദി മരണത്തിനു പോലും കൊടുത്തു എന്ന പഴഞ്ചൊല്ലുണ്ടായത്. അതുകൊണ്ട് സീതാഖാദിയെപ്പോലെ യോഗ പരിശീലിക്കുന്ന വ്യക്തിയും ദാനം ചെയ്യണം. എടുക്കുന്നതിലൂടെയും കൊടുക്കുന്നതിലൂടെയും ഈ ചെറിയ ആത്മാവ് വികസിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നു. ആർക്കും നൽകാതെയും ശേഖരിക്കുന്നതിലൂടെയും ഇതിനകം തന്നെ ചെറിയ ഈ ആത്മാവ് ചെറുതും ചെറുതുമായി മാറുന്നു. വളരെ വളരെ നിസ്സാരമായി, നിസ്സാരതയുടെ മാതാവായി മാറുന്നു. കൊടുക്കുന്നതിലൂടെയും ഞാൻ എന്റെ എന്ന സങ്കല്പങ്ങൾ വഷളാവുകയും നശിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് യോഗ അഭ്യസിക്കുന്നയാൾ എപ്പോഴും ദാനം ചെയ്യാനുള്ള ഗുണമുള്ള ആളായിരിക്കണം. പ്രമാണത്തിന്റെ 5-ാം ഭാഗം ദൈവാരാധന. ദൈവത്തെ ആരാധിക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്ന വിധത്തിൽ മനസ്സ് ഏതു പേരിലും രൂപത്തിലും ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നുവോ ആ നാമത്തിലും രൂപത്തിലും ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആ നാമത്തിലും രൂപത്തിലും ദൈവത്തെ ആരാധിക്കണം. ഈ ആരാധന മനസ്സിനെ കളങ്കങ്ങളുടെ ലോകത്തിൽ നിന്ന് അല്പം ഉയർത്തി ശുദ്ധീകരിക്കുന്നു. കൂടുതൽ നേടാനുള്ള ഒരു മാർഗം കൂടിയാണിത്. മനസ്സ് ഏകത്വമാണ് പ്രമാണത്തിന്റെ 6-ാം ഭാഗം. സന്യാസിമാരുടെ സംസർഗം ഒരു വ്യക്തി
എപ്പോഴും സന്യാസിമാരുടെ സംസർഗത്തിൽ യോഗ പരിശീലിക്കേണ്ട ഒരേയൊരു കാര്യം സഹവാസം മാത്രമാണ്. അത് എങ്ങനെയോ ഒരാളുടെ ഗുണങ്ങളുടെയും പ്രവൃത്തികളുടെയും കാരണമാണ്. മനസ്സിനെ നിയന്ത്രിക്കാനും സ്ഥിരപ്പെടുത്താനും ആഗ്രഹിക്കുന്ന ഒരു യോഗി ലോകത്തിൽ മുഴുകിയിരിക്കുന്ന തന്റെ സഹജീവികളുടെ സംസർഗത്തിൽ സമയം ചിലവഴിക്കുകയാണെങ്കിൽ അവന്റെ മനസ്സ് എങ്ങനെ സ്ഥിരത കൈവരിക്കും? അസ്വസ്ഥരായ ആളുകളുടെ സംസർഗം അവനെ നശിപ്പിക്കുകയുള്ളൂ. അതിനാൽ അവൻ ലോകത്തിന്റെ സംസർഗം ഉപേക്ഷിച്ച് സന്യാസിമാരുടെ സംസർഗത്തിൽ ചേരണം. ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങളുടെ കമ്പനിയെ എന്നോട് പറയൂ, നിങ്ങൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. അതായത്, നിങ്ങളുടെ കമ്പനിയെ എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറയും. കൂട്ടുകെട്ടിലൂടെ ആളുകൾ ഉന്നതരാകുമെന്ന് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നാം കണ്ടിട്ടുണ്ട്. നിങ്ങൾ എളിമ കാണുന്നില്ലേ? വലിയ ഉദ്യോഗസ്ഥരുടെ നായ്ക്കളും ഉയർന്ന തലയണകളിൽ ഇരിക്കാറില്ലേ? കാരണം അവരോടൊപ്പം ചേരാനുള്ള പദവി അവർക്കുണ്ട്. അവന്തിപുരം പട്ടണത്തിൽ ആളുകൾ വളരെ ദരിദ്രരായിരുന്നു, പക്ഷേ അവർ ക്രൂരന്മാരും ദുഷ്ടന്മാരും കള്ളന്മാരും കൊലപാതകികളുമായിരുന്നു. സ്വർണം എങ്ങനെ ലഭിക്കുമെന്ന് അവൾ അവരോട് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അവൾ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഒരു ദിവസം അയാൾ വേഷമാറി ആട്ടിടയനെ പിന്തുടർന്നു. ശിവലിംഗത്തിന്റെ തലയിൽ മൂത്രമൊഴിക്കുന്നതും അവിടെയുള്ള ഭൂമി മുഴുവൻ സ്വർണമായി മാറുന്നതും കണ്ടു. അയാൾ അത്ഭുതപ്പെട്ടു. ഇടയൻ പോയതിനുശേഷം അവനും ആ സ്ഥലത്തേക്ക് പോയി മൂത്രമൊഴിച്ചു. അവിടെയുള്ള ഭൂമി മുഴുവൻ സ്വർണമായി മാറി. അയാൾ അത് ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങി. ക്രമേണ ഈ സംഭവം 2 പേർക്കും 3 പേർക്കും അങ്ങനെയുള്ളവർക്കും അറിയപ്പെട്ടു. അയ്യോ പാപം! ആ ശിവലിംഗത്തിന്റെ പഴയ അഭിഷേകം തടസ്സമില്ലാതെ നടന്നു. പിന്നെ ആ രാജ്യത്തെ രാജാവ് ആ ശിവലിംഗത്തിന് ഒരു ക്ഷേത്രം പണിതു. തലയിൽ മൂത്രമൊഴിച്ച് സ്വർണം കൊണ്ടുവരുന്നവർ അവരെടുക്കുന്ന സ്വർണത്തിന്റെ 4/1 സർക്കാരിന് നൽകണമെന്ന് വിധിച്ചു. സാധാരണക്കാർ ഒത്തുകൂടി കൂടിയാലോചിച്ചു. രാജാവിന് പ്രയാസപ്പെട്ട് മൂത്രമൊഴിച്ച് സമ്പാദിച്ച സ്വർണത്തിന്റെ 1 ഷില്ലിംഗ് പോലും നൽകാൻ അവർ തയ്യാറാകാതെ ശിവലിംഗങ്ങൾ വീടുകളിൽ സൂക്ഷിക്കാനും സ്വർണം സമ്പാദിക്കുന്നതിനായി ബുദ്ധരാഭിഷേകം നടത്താനും തീരുമാനിച്ചു. ഉടനെ കൽപ്പണിക്കാർ ജോലി ദിവസം കണ്ടെത്തി കൈകൾ എന്ത് തന്നെ ആയാലും തടസ്സമില്ലാതെ രാത്രി കഴിച്ചു. എല്ലാ വീട്ടിലും കുറഞ്ഞത് 1 ശിവലിംഗമെങ്കിലും സൂക്ഷിച്ചിരുന്നു. കട്ടിയുള്ള ഭക്ഷണം കഴിച്ചാൽ അധികം മൂത്രമൊഴിക്കില്ലെന്ന ആളുകൾ വിശ്വസിച്ചിരുന്നു. അവർ മലയാളികളെപ്പോലെ കഞ്ഞു കുടിക്കാൻ തുടങ്ങി. ഇതൊക്കെയാണോ? അവർ അയൽ ഗ്രാമങ്ങളിൽ പോയി പശുക്കൾ കുടങ്ങളിലും വെള്ളം കൊണ്ടുവരുന്നതുപോലെ യാചിക്കും. പട്ടണം മുഴുവൻ സ്വർണമായി. ആഡംബരത്തിന്റെ എണ്ണമറ്റ പാളികളുള്ള കെട്ടിടങ്ങൾ പട്ടണത്തിൽ നിറഞ്ഞിരുന്നു. ആളുകൾ സമ്പന്നരായി. ദുഷ്ടത പെരുകി. പഞ്ചദുഷ്ടതകൾ പെരുകി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഇത് കണ്ട ഭഗവാൻ ഈശ്വരൻ ചിന്തിച്ചു, അവരുടെ അഹങ്കാരം കീഴടക്കണം, അവരെ നശിപ്പിക്കണം. ആ പട്ടണത്തിൽ ആയിരക്കണക്കിന് ദുഷ്ടന്മാരുടെ ഇടയിൽ ഒരാളുണ്ടായിരുന്നു, ഒരു ദരിദ്ര ബ്രാഹ്മണൻ. ആ പട്ടണത്തിലെ ജനങ്ങളുടെ പ്രവൃത്തികൾ അവന് അസഹനീയമായി. അവൻ ദേവന്മാരുടെ ശക്തിയാൽ ജീവിക്കുന്നു. ആളുകൾ ശിവലിംഗത്തിൽ മുദ്രപൂശി സ്വർണമെടുക്കാൻ തുടങ്ങുമ്പോൾ ആരും അവനോട് ഒരു കരുണയും കാണിക്കുന്നില്ല. അവരെപ്പോലെ ശിവലിംഗത്തിൽ മുദ്രപൂശി സ്വർണ്ണ സമ്പാദിക്കാൻ അവർ അവനെ ഉപദേശിക്കുന്നു. അവൻ കൈകൾ കൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചു പറഞ്ഞു, ഓ, എന്തൊരു അനീതിയാണിത്! ഇത്രയും വലിയ പാപം ചെയ്ത് സ്വർണം സമ്പാദിക്കണോ? ഓ ജനങ്ങളെ, പാപഭാരം സ്വയം ചുമക്കരുത്, ദൈവത്തെ ആരാധിക്കരുത്. അവർ അവനെ പല വിധത്തിൽ പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. അവൻ ഒട്ടും കുലുങ്ങിയില്ല. സ്വന്തം ഗ്രാമത്തിൽ ദാനം ലഭിക്കാത്തതിനാൽ അവൻ എല്ലാ ദിവസവും അയൽ ഗ്രാമങ്ങളിൽ ഭിക്ഷയാചിക്കാൻ പോയി. അവിടെ ലഭ്യമായ ഭക്ഷണം കൊണ്ടുവന്ന് അത് തടിച്ചു കഴിച്ചു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ അവനും ഭാര്യയും കുട്ടികളും വയറിന്റെ പകുതിയോ കാൽഭാഗമോ കഴിച്ച് തൃപ്തരായി. ഒരു ദിവസം അയൽ ഗ്രാമങ്ങളിൽ ഭിക്ഷയാചിച്ച ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ അവൻ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിലൊരു ബ്രാഹ്മണന്റെ രൂപത്തിൽ ഭഗവാൻ നിർത്തി. ഹേ ബ്രാഹ്മണരിൽ ശ്രേഷ്ഠരെ, നിങ്ങളുടെ ദാസൻ എന്നു പറഞ്ഞു. ഗ്രാമവാസികൾ യാതൊരു ഭയവുമില്ലാതെ പഞ്ചമഹാഭാരതം ചെയ്യുന്നതിനാൽ നാളെ രാവിലെ 2 സൂര്യന്മാരും ഒരേ സമയം ഉദിക്കുകയും നിങ്ങളുടെ ഗ്രാമത്തെയും അതിലെ ജനങ്ങളെയും ദഹിക്കുകയും ചെയ്യും. അപ്പോൾ ഈ മഹാപാപികളുടെ ചിതാഭസ്മം ഭൂമിയിൽ നിലനിൽക്കില്ല. ഇടിമിന്നലിന്റെ മേഘങ്ങൾ ഒത്തുചേർന്ന് എല്ലാം സമുദ്രത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങളൊരു വലിയ ഭക്തനായതിനാൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നതാണ്. നിങ്ങൾ ഇന്ന് ആ ഗ്രാമം വിടും എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. സന്യാസി ബ്രാഹ്മണൻ പൂർണ്ണ വേഗതയിൽ ഓടി. ഓട്ടത്തിനിടയിൽ ഭിക്ഷാടനത്തിൽ നിന്ന് ശേഖരിച്ച അരിക്കെട്ട് എവിടെയോ വീണു. പക്ഷെ അദ്ദേഹം വീട്ടിലേക്ക് ഓടിയില്ല. അദ്ദേഹം ഗ്രാമവാസികളുടെ ഓരോ വീട്ടിലും പോയി പറഞ്ഞുകൊണ്ടിരുന്നു, സർ, ഈ ഗ്രാമം നാളെ നശിപ്പിക്കപ്പെടും, അതിനാൽ ഈ ഗ്രാമം വിട്ടുപോകൂ. അവർ പറഞ്ഞു, ഓ ബ്രാഹ്മണരെ, ഞങ്ങളെല്ലാം ധനികരാണ്, നിങ്ങളൊരു യാചകനാണ്, പിന്നെ എന്തിനാണ് നിങ്ങൾ ഞങ്ങളോട് ഇത്ര അസൂയപ്പെടുന്നത്? അവർ അവനെ ശപിക്കുകയും അടിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. ഒടുവിൽ അവൻ തന്റെ വീട്ടിലേക്ക് മടങ്ങി തന്റെ പെൺമക്കളെയും കുട്ടികളെയും കൂട്ടി ആ പട്ടണം വിട്ടു. പിറ്റേന്ന് ഉദിച്ചു. 12 സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചു. അവൻ നോക്കിയിടത്തെല്ലാം തീ ആളി പടരാൻ തുടങ്ങി. ആർക്കും രക്ഷപ്പെടാൻ ഇടമില്ലായിരുന്നു. താമസിയാതെ എല്ലാം
ആ പാപികൾ തൊട്ട കല്ലുകളും മണ്ണും പോലും കത്തിച്ചാലമായി. പിന്നെ മഴ ഒരു വെള്ളപ്പൊക്കം പോലെ പെയ്തു. ആ ചാരമെല്ലാം ഒരു വെള്ളപ്പൊക്കം പോലെ ഉയർന്നുവന്ന് സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോയി. ഈ വാർത്ത കേട്ട അയൽപട്ടണത്തിലെ രാജാവ് ആ പുണ്യബ്രാഹ്മണനെ അന്വേഷിച്ചു. അവനെ കണ്ടെത്തി നന്നായി ചികിത്സിച്ചു. അയാൾ അവനെയും കൂട്ടി നശിച്ച പട്ടണം കാണാൻ വന്നു. എവിടെ നോക്കിയാലും അതൊരു വയലായിരുന്നു. പക്ഷേ ഒരു കുടിലിൽ മാത്രമേ ഇത്രയധികം വെയിലും മഴയും ഭാവിക്കാതിരുന്നുള്ളൂ. എന്തൊരത്ഭുതം! ആ കുടിലിൽ കൂട് പണിയുകയായിരുന്ന 8 കാലുകളുള്ള പ്രാണി ഇപ്പോഴും ജീവനോടെ ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൂടും കേടുകൂടാതെ ഇരുന്നു. സാധു ബ്രാഹ്മണനോടൊപ്പം താമസിച്ചിരുന്നതിനാൽ കുടിലും 8 കാലുകളുള്ള പ്രാണിയും അതിന്റെ കൂടും നശിച്ചില്ല. സാധുസംഘത്തിന്റെ മഹത്വം അത്രയ്ക്കാണ്. യുധിഷ്ഠിരനോടൊപ്പം താമസിച്ചിരുന്ന നായ മോക്ഷം നേടിയില്ലേ? അതിനാൽ ഒരു സാധാരണ വ്യക്തിക്ക് മെച്ചപ്പെടണമെങ്കിൽ അവൻ സാധുസംഘത്തിൽ ചേരണം. അങ്കാരമരത്തിന്റെ 5 ശാഖകൾ കത്തിച്ചു കളയാതെ ഉറങ്ങാനും സുഖം പ്രാപിക്കാനും ശ്രമിക്കാതെ ഉറങ്ങാൻ ശ്രമിക്കുന്ന ഒരു യോഗി തീർച്ചയായും സാധുസംഘത്തിൽ ചേരണം. നിയമത്തിന്റെ ആർട്ടിക്കിൾ 7 സമൃദ്ധി. മൂപ്പന്മാരെ കാണുമ്പോൾ അവർക്കനുയോജ്യമായത് നിങ്ങൾ ചെയ്യണം. മൂപ്പന്മാരുടെ മുന്നിൽ ഉച്ചത്തിൽ നിലവിളിക്കരുത്. നിങ്ങൾ അവർക്കെതിരെ സംസാരിക്കരുത്. അവിടെയുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ശ്രേഷ്ഠനാണെന്ന് കാണിക്കരുത്. മൂപ്പന്മാർ നിൽക്കുമ്പോൾ നിങ്ങളിരിക്കരുത്. മൂപ്പന്മാർ നിങ്ങളിരിക്കുന്ന സ്ഥലത്ത് വന്നാൽ നിങ്ങളുടൻ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിക്കണം. അവരിരുന്നതിനു ശേഷം നിങ്ങളിരിക്കണം. നിയമത്തിലെ ആർട്ടിക്കിൾ 8 അറിവ്. ഏതെങ്കിലും കാര്യം ഗവേഷണം ചെയ്ത് മനസ്സിലാക്കി ആലോചിച്ചൊരു നിഗമനത്തിലെത്തിയ ശേഷം നിങ്ങൾക്കത് ചെയ്യാൻ കഴിയണം. ധൈര്യപൂർവ്വം ചിന്തിക്കുന്നതും എന്തെങ്കിലും ചെയ്തതിനു ശേഷം ചിന്തിക്കുന്നതും അപമാനകരമാണ്. ഒരു കാര്യം ചിന്തിക്കാതെ ചെയ്താൽ ഉദ്ദേശം നല്ലതാണെങ്കിൽ പോലും ഫലം മോശമായിരിക്കും. ഒരു മനുഷ്യൻ കാട്ടിൽ ഒറ്റയ്ക്കൊരു കുഞ്ഞിനെ കണ്ടെത്തി അതിനെ വളർത്തി. അത് സ്വന്തം കുഞ്ഞിനെപ്പോലെ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവനോട് വളർന്നു. ഒരു ദിവസം അവൻ മടിയിൽ തലവെച്ചുറങ്ങി. ഒരു ഈച്ച വന്നവന്റെ മുഖത്തിരുന്നു. അത് തന്റെ പ്രിയപ്പെട്ടവന്റെ മുഖത്തിരിക്കുന്ന ഒരു ഈച്ചയാണോ? കരടി ചിന്തിച്ചു. കാരണം മനുഷ്യൻ ഈച്ചയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അവൻ ഈച്ചയെ അടിച്ചു. പക്ഷേ ഈച്ച മാത്രമല്ല, ആ അടിയിൽ നിന്ന് മനുഷ്യനും മരിച്ചു. അതിനാൽ ഒരു നല്ല ഉദ്ദേശം മാത്രം പോരാ, അതിലേക്ക് നോക്കാനുള്ള അറിവുമുണ്ടായിരിക്കണം. സ്ഥൂല പ്രപഞ്ചത്തിലെ കാര്യങ്ങൾക്ക് അറിവ് ആവശ്യമാണെങ്കിൽ സൂക്ഷ്മപ്രപഞ്ചത്തിൽ ഇറങ്ങിവന്ന് പ്രവർത്തിക്കുന്ന യോഗിയുടെ അറിവ് കൂടുതൽ സൂക്ഷ്മവും മൂർച്ചയുള്ളതുമായിരിക്കേണ്ടതല്ലേ? യമത്തിന്റെ 9ാം ഭാഗം ഇന്ദ്രിയ നിഗ്രഹം. ഒരു ആമ കഷ്ടപ്പെടുമെന്ന് കരുതി അതിന്റെ എല്ലാ അവയവങ്ങളും ഉള്ളിലേക്ക് വലിച്ചെടുത്ത് തുമ്പിക്കൈ മാത്രം പുറത്തേക്ക് കാണിക്കുന്നതുപോലെ ഒരു യോഗി പ്രപഞ്ചത്തിൽ നിന്ന് കഷ്ടപ്പെടുമെന്ന് കരുതി തന്റെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുകയും ആ അറിവ് പിൻവലിക്കുകയും ശരീരം മാത്രമായി തുടരുകയും വേണം. കണ്ണുകൾ, ചെവികൾ, മൂക്ക് മുതലായവയിലൂടെ മനസ്സ് പുറത്തേക്ക് പോയാൽ ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും? മനസ്സിനെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ യോഗ എങ്ങനെ നേടാനാകും? അതിനാൽ ഒരു നല്ല ഉദ്ദേശം മാത്രം പോരാ, അതിലേക്ക് നോക്കാനുള്ള അറിവും ഉണ്ടായിരിക്കണം. സ്ഥൂല പ്രപഞ്ചത്തിലെ കാര്യങ്ങൾക്ക് അറിവ് ആവശ്യമാണെങ്കിൽ സൂക്ഷ്മപ്രപഞ്ചത്തിൽ ഇറങ്ങിവന്ന് പ്രവർത്തിക്കുന്ന യോഗിയുടെ അറിവ് കൂടുതൽ സൂക്ഷ്മവും മൂർച്ചയുള്ളതുമായിരിക്കേണ്ടതല്ലേ? യോഗ പരിശീലിക്കുന്നയാൾ പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് സ്ഥിരപ്പെടുത്തണം. നിയമത്തിന്റെ 10ാം ഭാഗം ഏകജ്ഞ. ഒരാൾ മനസ്സിനെ സ്ഥിരപ്പെടുത്തുകയും ഏകജ്ഞയുടെ ഏകാഗ്രത വളർത്തിയെടുക്കുകയും വേണം. ഈ ഏകജ്ഞാഗ്നി വളരുമ്പോൾ കാമത്തിന്റെയും വെറുപ്പിന്റെയും എല്ലാ ഗുണങ്ങളും ആ അഗ്നിയിൽ വീണു ചാരമായി മാറുന്നു. വേദങ്ങളുടെ പാരായണവും മന്ത്രങ്ങളുടെ ജപവും ശരീരത്തിലെ സത്വത്തെ ശുദ്ധീകരിക്കുന്നതിനാൽ അവയെ സ്വാധ്യേയം എന്നു വിളിക്കുന്നു. യോഗ പരിശീലിക്കുന്നയാൾക്ക് അവ ഒഴിച്ചുകൂടാനാവാത്തതാണ്. മന്ത്രങ്ങളുടെ ജപം 3 തരത്തിലാണ്. അവ 1. ഉച്ചാരണ ജപം, 2. അർത്ഥോച്ചാരണ ജപം, 3. മാനസികം. 1. ഉച്ചാരണ ജപം ഏറ്റവും താഴ്ന്നത്. ഉച്ചാരണ ജപം ഉച്ചത്തിൽ ജപിക്കുക എന്നതാണ്. 2. അർത്ഥോച്ചാരണ ജപം. ഇത് ചുണ്ടുകൾ മാത്രം ചലിപ്പിച്ച് ശബ്ദം പുറപ്പെടാതെ വായ്ക്കുള്ളിൽ ജപിക്കുക എന്നതാണ്. 3. മാനസിക ജപമാണ് ഏറ്റവും പൂർണ്ണമായത്. മന്ത്രത്തെയും അതിന്റെ അർത്ഥത്തെയും മനസ്സിൽ ധ്യാനിക്കുന്നത് മാനസിക ജപമാണ്. ഇതാണ് ഏറ്റവും മികച്ചത്. ഋഷിമാരും വേദങ്ങളും 2 തരത്തിലുള്ള ശുദ്ധീകരണത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ഒന്ന് സ്വകാര്യ ശുദ്ധീകരണം, മറ്റൊന്ന് ബാഹ്യശുദ്ധീകരണം. 1. പൊതുശുദ്ധീകരണം. മണ്ണ്, വെള്ളം അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ ഉപയോഗിച്ച് ശരീരത്തെ ഉരച്ചു ശുദ്ധീകരിക്കാൻ കഴിയും. 2. സത്യം, അഹിംസ എന്നിവയുടെ ഗുണങ്ങൾ ഉപയോഗിച്ച് മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിനെ സ്വകാര്യ ശുദ്ധീകരണമെന്ന് വിളിക്കുന്നു.
പൊതുശുദ്ധീകരണവും സ്വകാര്യ ശുദ്ധീകരണവും ഒരു യോഗ പരിശീലകന് ഇവ രണ്ടും ആവശ്യമാണ്. കുളിക്കാൻ വെള്ളമില്ലാത്തപ്പോൾ സ്വകാര്യമായി സ്വയം ശുദ്ധീകരിച്ചാൽ മാത്രം പോരാ, പൊതുശുദ്ധീകരണം സാധ്യമല്ല. എന്നാൽ യോഗ പരിശീലകന് രണ്ട് തരത്തിലുള്ള ശുദ്ധിയും വെറുപ്പുളവാക്കുന്നതാണ്. ആസനങ്ങളെയും പ്രാണായാമത്തെയും കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞിട്ടുണ്ട്. രാജയോഗ പരിശീലകന് ഇത്രയധികം ആവശ്യമില്ല. പദ്മസനം അല്ലെങ്കിൽ വീരാസനം അല്ലെങ്കിൽ സിദ്ധാസനം ഒരു രാജയോഗിക്ക് ഏറ്റവും മികച്ചതാണ്. യോഗയുടെ മൂന്നാമത്തെ അവയവം പ്രത്യാഹാരം. നായ്ക്കളെപ്പോലെ ചുറ്റിത്തിരിയുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രത്യാകാരം. 5 ഇന്ദ്രിയങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് നമുക്കല്പം പരിശോധിക്കാം. ആദ്യം കർമ്മേന്ദ്രിയങ്ങൾ, പിന്നീട് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഈ ജ്ഞാനേന്ദ്രിയങ്ങൾ തലച്ചോറിലൂടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. അവ സംഭവിക്കുന്നു. ഇതിനുശേഷം മനസ്സ്, തലച്ചോറ്, ഇന്ദ്രിയങ്ങൾ, കർമാവയവങ്ങൾ ഇവയെല്ലാം ഒത്തുചേർന്ന് ഏതെങ്കിലും ബാഹ്യവസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. എന്നാൽ മനസ്സിനെ ഏകാഗ്രമാക്കി ഒരു ഇന്ദ്രിയത്തിലേക്ക് എത്തിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആരെയും ഉപദ്രവിക്കരുത് എന്നും കള്ളം പറയരുത് എന്നും മോഷ്ടിക്കരുത് എന്നും പഠിപ്പിക്കാത്ത ഒരു കുട്ടിയുമില്ല. എന്നാൽ വെറും പഠിപ്പിക്കൽ, വലിയ സംസാരം, ഉപയോഗപ്രദമായ വാക്കുകൾ ആ പഠിപ്പിക്കൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ ആരെയും പ്രേരിപ്പിച്ചിട്ടില്ല. എങ്ങനെ ഉപദ്രവിക്കരുത്, എങ്ങനെ മോഷ്ടിക്കരുത്, എങ്ങനെ കള്ളം പറയരുത് എന്ന് നമ്മൾ പറയുന്നില്ല. മോഷ്ടിക്കരുത്, കള്ളം പറയരുത് എന്ന് നമ്മൾ പറയുന്നു. പക്ഷെ എന്തുകൊണ്ട്, എങ്ങനെ നമുക്ക് സ്വയം അറിയില്ല. അതുകൊണ്ടാണ് മോഷ്ടിക്കുന്നതിൽ നിന്നും കള്ളം പറയുന്നതിൽ നിന്നും നമുക്ക് വിട്ടുനിൽക്കാൻ കഴിയാത്തത്. മറ്റുള്ളവർക്കുള്ള നമ്മുടെ ഉപദേശവും ഫലപ്രദമല്ല. മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ മാത്രമേ ആ ഉപദേശം ചെയ്യുന്നയാളുടെ കൈകളിൽ ഫലപ്രദമാകൂ. മനസ്സ് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോൾ മാത്രമേ സ്വകാര്യവും പരസ്യവുമായ പ്രവർത്തനങ്ങൾ നടക്കൂ. അറിഞ്ഞോ അറിയാതെയോ മനസ്സ് ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ആളുകൾ ബുദ്ധിശൂന്യമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത്. അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചിരുന്നെങ്കിൽ അവർ എന്തിനാണ് ആ പ്രവർത്തികൾ ചെയ്തത്? ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതിനാൽ വികാരങ്ങളും ആസക്തികളുമില്ലാതെ നമ്മൾ പ്രവർത്തിക്കും. എന്നാൽ സാധാരണക്കാരിൽ പോലും മനസ്സിന്റെ അത്തരം നിയന്ത്രണം കാണാൻ കഴിയും. രോഗികളെ തങ്ങൾ രോഗികളല്ലെന്നും തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലെന്നും വിശ്വസിപ്പിച്ചുകൊണ്ട് രോഗങ്ങളും പ്രശ്നങ്ങളും സുഖപ്പെടുത്തുന്ന നിരവധി ഡോക്ടർമാരുണ്ട്. മെസ്മറിസത്തിന്റെയും ഹിപ്നോട്ടിസത്തിന്റെയും സാങ്കേതിക വിദ്യകൾ രാജ്യത്ത് പ്രചാരത്തിലായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അവരുടെ രീതികളും യോഗ പരിശീലനത്തിന്റെ ഒരു വശമാണ്. അന്ധമായി ചില പാതകൾ പിന്തുടരുന്നു. നടക്കുമ്പോൾ ഒരു സ്വർണ്ണക്കട്ടിയിൽ ചവിട്ടിയെന്ന പോലെയാണ് അവർ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. മനസ്സിനെ ശക്തവും സ്ഥിരവുമാക്കാൻ ശീലിച്ച ഒരാൾക്ക് ദുർബല മനസ്സുള്ള മനുഷ്യനെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയും. മെസ്മറിസവും ഹിപ്നോട്ടിസവും ഒരു ശക്തമായ മനസ്സിന് ദുർബല മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന വഴികളാണ്. ഒരു മനുഷ്യൻ വയറുവേദന അനുഭവിക്കുന്നു. ഒരു മാന്ത്രികൻ വന്ന് 2-3 തവണ വേപ്പില കൊണ്ട് വയറ്റിൽ തടവുന്നു. തുടർന്ന് അവന്റെ വയറ്റിൽ വിഭൂതി പുരട്ടി ചോദിക്കുന്നു, ഇപ്പോൾ വയറുവേദന അല്പം മെച്ചപ്പെട്ടില്ലേ? രോഗി തന്റെ രോഗം ഒരു പരിധിവരെ സുഖപ്പെട്ടുവെന്ന് വിശ്വസിക്കുകയും അതെ എന്ന് പറയുകയും ചെയ്യുന്നു. മാന്ത്രികൻ ഒരേ കാര്യം 2-3 തവണ ചെയ്യുന്നു. അതേ കാര്യം ചോദിക്കുന്നു. രോഗിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവന്റെ വിശ്വാസം വർദ്ധിക്കുന്നു. രോഗം പൂർണ്ണമായും സുഖപ്പെട്ടുവെന്ന് അവൻ വിശ്വസിക്കുന്നു. രോഗവും സുഖപ്പെട്ടു. വേപ്പിലയും മന്ത്രവാദിയുടെ മാന്ത്രികതയും രോഗിക്ക് പ്രത്യാശയുണ്ടാകാനുള്ള കാരണങ്ങളാണ്. പക്ഷേ അവ രോഗം സുഖപ്പെടുത്തുന്നില്ല. രോഗിയുടെ മനസ്സ് സ്വഭാവത്താൽ ദുർബലമാണ്. അതുകൊണ്ട് മാന്ത്രികൻ പ്രയോഗിക്കുന്ന മന്ത്രവാദം സ്വന്തം ശക്തമായ മനസ്സുകൊണ്ട് രോഗിയുടെ ദുർബല മനസ്സിനെ നിയന്ത്രിക്കുകയും അവൻ ആഗ്രഹിക്കുന്നതുപോലെ അവനെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവെന്നതാണ്. യദ്ഭാവം തദ്ഭവതി എന്ന നിയമം പാലിച്ചുകൊണ്ട് രോഗി താൻ സുഖം പ്രാപിച്ചുവെന്ന് കരുതുന്നു, അവൻ സുഖം പ്രാപിക്കുന്നു. തെരുവിലെ മന്ത്രവാദികളുടെ കണ്ണടച്ച തന്ത്രങ്ങളും അയാൾ ചൊല്ലുന്നു. പലരുടെയും ദുർബല മനസ്സുകൾ ചിതറിക്കിടക്കുന്നു. തന്റെ ശക്തമായ മനസ്സുകൊണ്ട് എല്ലാ മനസ്സുകളെയും അവൻ കീഴടക്കുകയും തന്റെ മനസ്സിനെ അനുസരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ രീതിയിൽ മനസ്സിനെ കീഴടക്കുന്നതിനൊപ്പം തിന്മയെക്കുറിച്ചുള്ള ഭയവും ഉണ്ടാകുന്നു. കാരണം ഇവിടെ മനസ്സ് മനുഷ്യന്റെ സ്വന്തം ഇച്ഛയാൽ കീഴടക്കപ്പെടുന്നില്ല, മറിച്ച് മറ്റൊരു മനസ്സിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ പ്രഹരത്താൽ കീഴടക്കപ്പെടുന്നു. കീഴടക്കപ്പെട്ടതായി തോന്നുന്ന മനസ്സ് യാദൃശ്ചികമായി കീഴടക്കപ്പെടുന്നില്ല, മറിച്ച് മറ്റൊരു മനസ്സിൽ നിന്ന് ലഭിക്കുന്ന ശക്തമായ പ്രഹരത്താൽ കീഴടക്കപ്പെടുന്നു. യോഗയുടെ രീതി കൈകൊണ്ട് മെരുക്കപ്പെടാത്ത ഒരു കുതിരയുടെ കടിഞ്ഞാൺ പിടിച്ച് അതിനെ തടയുന്നതുപോലെയാണ്. മെസ്മറിസം, ഹിപ്നോട്ടിസം മുതലായവ
ആ കുതിരയെ മറ്റൊരാളോടൊപ്പം സവാരി ചെയ്യിക്കുന്നതുപോലെയാണ്. ഈ രീതിയിൽ മനസ്സ് കീഴടക്കപ്പെട്ട വ്യക്തി ക്രമേണ മനസ്സിന്റെ എല്ലാ ശക്തികളും നഷ്ടപ്പെടുകയും താനൊരു വിഡ്ഢിയോ ഒരു പ്രാന്തനുമാണെന്ന് പര്യവേക്ഷണം ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഒരു മനുഷ്യന്റെ സ്വന്തം പരിശ്രമം കൊണ്ട് നടത്തുന്ന ശ്രമം യോഗയ്ക്ക് ഗുണകരമാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാനും അവർക്ക് നന്മ ചെയ്യാനും നമ്മുടെ മാനസിക ശക്തി ഉപയോഗിച്ചാൽ ആ നന്മ തൽക്കാലം നല്ലതായിരിക്കില്ല, പക്ഷേ അന്ത്യമായി ദോഷകരമായിരിക്കും. നമ്മുടെ മാനസിക ശക്തി ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു. നമ്മൾ അവരെക്കൊണ്ട് നന്മ ചെയ്യിപ്പിച്ചാലും സ്വതന്ത്രമാകേണ്ട അവരുടെ മനസ്സ് അടിമത്വത്തിനു വിധേയമാവുകയും അടിമത്വത്തിലേക്ക് വീഴുകയും നാശത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. ഫലമായി ആ ജീവിയുടെ മോചനം നേടുന്നത് വൈകും. അതിനാൽ നന്മയ്ക്കായി പോലും മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം മോചനമാണ്. മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം മഹത്തായ ലോകത്തിനും മനസ്സിനും അടിമപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് മോചനം നേടുകയെന്നതാണ്. പ്രകൃതിയുടെ സ്ഥൂലവും സൂക്ഷ്മവുമായ സ്വഭാവത്തിൽ നിന്ന് മുക്തനാകുക. പ്രകൃതിയെ കീഴടക്കി അതിന്റെ യജമാനനാകുക എന്നതാണ് മനുഷ്യജന്മത്തിന്റെ ലക്ഷ്യം. അതിനാൽ മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതിലൂടെ ആ മറ്റൊരാളുടെ മനസ്സ് അടിമത്തത്തിന്റെ സ്വഭാവത്തിൽ മുഴുകുന്നു. അതിനാൽ താഴെ കൊടുത്തിരിക്കുന്ന അത്തരം ആചാരങ്ങൾ വെറുപ്പുളവാക്കുന്നതാണ്. സ്വന്തം പരിശ്രമത്താൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം. ആദ്യം നമുക്ക് മനസ്സിനെ അതിന്റെ പാതയിൽ വിടാം. അതിനെ അതിന്റെ വഴിക്ക് പോകട്ടെ. അത് അടിച്ചുകൊണ്ടേയിരിക്കും. അത് ചാടുന്നിടത്തോളം അത് ചാടട്ടെ. വേട്ടക്കാരനെ നമുക്ക് നിരീക്ഷിക്കാം. മനസ്സിൽ നിന്ന് സ്വയം വേർപെട്ട് അതിന്റെ എല്ലാ വന്യമായ വികൃതികളും കണ്ടാൽ മനസ്സ് ആകാശത്തോളം ഉയരത്തിലും അതിനപ്പുറവും ചാടും. തുടർന്ന് പതുക്കെ സ്വയം സ്ഥിരതാമസമാക്കും. ആദ്യം മറക്കാൻ കഴിയാത്ത എല്ലാ ചിന്തകളും ഉയർന്നുവരുന്നു. മനസ്സ് ചാടി വീഴുന്നു, അടിക്കുകയും ചെയ്യുന്നു. പതുക്കെ എല്ലാ നൃത്തങ്ങളും നിലയ്ക്കുന്നു. പ്രത്യാഹാരമെന്നറിയപ്പെടുന്ന മനസ്സിന്റെ നിയന്ത്രണമാണിത്. വർഷങ്ങളായി തടസ്സമില്ലാതെ വളർത്തിയെടുത്ത മനസ്സിലൂടെ മാത്രമേ ഇത് സാധ്യമാകൂ. മനസ്സിനെ പുറത്തേക്കു പോകാതിരിക്കാൻ നിയന്ത്രിക്കുന്ന രീതിയാണ് പ്രത്യാഹാരം. മനസ്സ് പുറത്തേക്കു പോകാതിരിക്കാൻ അതിനെ നിയന്ത്രിക്കുകയും ഏതെങ്കിലും വസ്തുവിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നത് ധാരണയല്ല. എന്നിരുന്നാലും ഈ ധാരണ മനസ്സിനെ ശരീരത്തിലെ ചില സ്ഥലങ്ങളിലോ ഒരു സ്ഥലത്തോ ഒട്ടിപ്പിടിക്കാനുള്ളതാണ് എന്ന് ചിലർ പറയുന്നു. മനസ്സിനെ നിയന്ത്രിക്കുകയും ഒരിടത്ത് നിർത്തുകയും ചെയ്യുമ്പോൾ അതിനെ ധാരണ എന്ന് വിളിക്കുന്നു. ഈ ധാരണ പലതരത്തിൽ വിവരിച്ചിട്ടുണ്ട്. മനസ്സ് ഹൃദയത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. ഹൃദയത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കണം? ഹൃദയത്തിന് എന്ത് രൂപം നൽകണം? അതുകൊണ്ട് ഒരാൾ അതിനെ ഒരു താമരയുടെ രൂപത്തിൽ രൂപപ്പെടുത്തണം. അതിനെ ഒരു പ്രകാശരൂപമായി കണക്കാക്കണം. മനസ്സിനെ അതിൽ ഉറപ്പിക്കണം. അല്ലെങ്കിൽ തലയിലെ താമരയെ ധ്യാനിക്കണം. അതിനെ ഒരു പ്രകാശരൂപമായി കണക്കാക്കണം. അല്ലെങ്കിൽ സുഷുമ്ന നാഡിയുടെ ഗതിയിൽ 6 അടിസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ധ്യാനിക്കാം. ഒരു യോഗി എപ്പോഴും ഏകാന്തതയിൽ കഴിയുകയും അത് നിർത്താതെ പരിശീലിക്കുകയും വേണം. അയാൾ ഒരാൾക്കൂട്ടത്തിലാണെങ്കിൽ വിവിധ ആളുകളുടെ കൂട്ടുകെട്ടു കാരണം യോഗിയുടെ മനസ്സ് അസ്വസ്ഥമാകും. അയാൾ അധികം സംസാരിക്കരുത്. കാരണം അലസമായ സംസാരത്തിനും ഉച്ചത്തിലുള്ള സംസാരത്തിനും ഒരാളുടെ മനസ്സിനെ വ്യതിചലിപ്പിക്കാൻ കഴിവുണ്ട്. കൂടാതെ അയാൾ തന്റെ ശരീരവുമായി അധികം പ്രവർത്തിക്കരുത്. കാരണം ശരീരം ക്ഷീണിച്ചാൽ മനസ്സ് ദുർബലമാകും. യോഗ പരിശീലിക്കുന്നതിലൂടെ മനസ്സ് വ്യക്തവും ശക്തവുമായിത്തീരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും യഥാർത്ഥ നീതിയിൽ നമുക്ക് വ്യക്തമാകും. സ്വഭാവം മാറുന്നു. ശരീരവും ആരോഗ്യകരവുമാകും. ഒരാൾ യോഗ പരിശീലിക്കാൻ തുടങ്ങിയാൽ ശരീരം ആരോഗ്യകരവും ശക്തവുമാകുമെന്നതിൽ സംശയമില്ല. ശരീരം എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമായിരിക്കും. എപ്പോഴും സന്തോഷാവസ്ഥയിലായിരിക്കും. മനോഹരവും മധുരവുമായൊരു ശബ്ദം കേൾക്കും. ശബ്ദത്തിലെ എല്ലാ പോരായ്മകളും മാറും. തടസ്സമില്ലാതെ മണി പോലുള്ളൊരു ശബ്ദം കേൾക്കും. കൂടാതെ ഒരു വിളക്കുപോലെ ഒരു വെളിച്ചം മിന്നിമറയുകയും കൂടുതൽ കൂടുതൽ പ്രകാശിക്കുകയും ചെയ്യും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അളവിൽ കൂടുതലോ കുറവോ കഴിക്കാതെ അതേ അളവിൽ കഴിക്കുന്നത് നല്ലതാണ്. മനസ്സ് ഭൗതികം വിട്ട് സൂക്ഷ്മമായത് ഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ഭൗതിക ശരീരത്തിൽ സംഭവിക്കുന്ന പാത വളരെ വേഗം മനസ്സിനെ ചിതറിക്കും. മനസ്സിനെ നന്നായി നിയന്ത്രിക്കാൻ കഴിയുന്നതുവരെ ഭൗതികത്തിലെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ പോലും തീർച്ചയായും ശരീരത്തെ ബാധിക്കും. മനസ്സ് ശാന്തമായിരിക്കാൻ ശീലിച്ചാൽ നമുക്കിഷ്ടമുള്ളത് കഴിക്കാം. നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കുന്ന പരിശീലനത്തിൽ ഒരെള്ളു വീണാൽ അതൊരു വലിയ ഇടിമുഴക്കം പോലെ തോന്നും. നിരന്തരം പരിശ്രമിക്കുന്നവർ തീർച്ചയായും ഈ ഘട്ടങ്ങളെല്ലാം കടന്നുപോവുകയും യോഗയിൽ വിജയം നേടുകയും ചെയ്യും. വ്യർത്ഥമായ ചർച്ചകളിൽ സമയം പാഴാക്കരുത്. വെറും വരണ്ട വാദങ്ങൾ കൊണ്ട് വാദിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. വാദങ്ങൾ മനസ്സിന് തലകീഴായി ചാടാൻ മാത്രമേ ഇടയാക്കൂ. ഇരുണ്ട ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച്
പുറമേ സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് ആന്തരിക ലോകത്തിലേക്ക് പ്രവേശിച്ച് അനുഭവിക്കുക എന്നതാണ്. അതുകൊണ്ട് യോഗയിൽ ആത്മാവസ്ഥയാണ് ഏറ്റവും മികച്ചത്. പുറം ലോകത്തെ പിന്തുടരുന്ന മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കുകയും അവിടെയും ഇവിടെയും അലഞ്ഞു തിരിയുന്നത് തടയുകയും അത് സ്വയം കാണുകയും ചെയ്താൽ ഉള്ളിലെ സത്യം സ്വയം പ്രകാശിക്കും. എന്നാൽ മറ്റേതൊരു കാര്യത്തെയും പോലെ അതിന് സ്ഥിരോത്സാഹവും ഉത്സാഹവും ആവശ്യമാണ്. ഇന്ന് പുതിയ ഒന്നിൽ പറ്റിപ്പിടിച്ച് അതുപേക്ഷിച്ച് നാളെ പുതിയതാണെന്ന് കരുതി മറ്റൊന്നിൽ പറ്റിപ്പിടിക്കേണ്ടത് ജ്ഞാനികളുടെ പ്രവൃത്തിയല്ല. നിങ്ങൾ എന്തെങ്കിലും പറ്റിപ്പിടിച്ചാൽ അവസാനം വരെ അതിൽ പറ്റിപ്പിടിച്ച് അവസാനമറിയണം. ആരെങ്കിലും എന്തെങ്കിലും പറ്റിപ്പിടിച്ച് അതിൽ ഭ്രാന്തനാകുകയാണെങ്കിൽ അയാൾക്ക് തന്നെ അറിവ് ലഭിക്കും. വിജയം അവന്റേതാണ്. ഇന്നും നാളെയും ഇടറി വീഴുന്നവർക്ക് ഒന്നും നേടാനാവില്ല. അവരുടെ പരിശ്രമങ്ങൾ ജീവിതത്തിന്റെ 3/4 മണിക്കൂർ മാത്രമാണ്. അവർ എന്നേക്കും കൈകൾ കെട്ടി പ്രകൃതിയെ പിന്തുടരും. അവർ പഞ്ചേന്ദ്രിയങ്ങളുടെ അടിമകളാണ്. ഒരു യോഗ അഭ്യാസി ഒരിക്കലും നിസ്സാരത ആഗ്രഹിക്കരുത്. ഈ കണ്ണുകൊണ്ട് തന്നെ ശിവൻ മന്മയി ജലാശയമാക്കി. പ്രപഞ്ചത്തിന്റെ ശക്തിയായ ഓം എന്ന അക്ഷരത്തെ ഈ അഗ്നിത്രികോണത്തിൽ സ്ഥാപിക്കുകയും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും അതിൽ ധ്യാനിക്കുകയും ചെയ്യുക. ഓം എന്ന അക്ഷരത്തിന്റെ മഹത്വം അളക്കാനാവാത്തതാണ്. ചിലർ ബ്രഹ്മാവ്, ആത്മാവ് എന്നീ ഒരൊറ്റ അസ്തിത്വത്തിന് ഓം എന്ന പേര് നൽകിയിട്ടുണ്ട്. വേദങ്ങളുടെ മാതാവ് അസ്തിത്വത്തിന്റെ യഥാർത്ഥ സ്വഭാവം വിശദീകരിക്കാൻ ശ്രമിച്ചു. അവളുടെ എല്ലാ ശ്രമങ്ങൾക്കും ശേഷം അവൾക്ക് അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഒടുവിൽ അവൾ ഓം എന്നു പറഞ്ഞു. അകാര, ഉകാര, മഹാരം എന്നീ 3 അക്ഷരങ്ങൾ സംയോജിപ്പിച്ചാണ് പ്രപഞ്ചത്തിന്റെ ഈ അക്ഷരം രൂപപ്പെട്ടത്.